ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 552 വരെയുള്ള നാമാർത്ഥങ്ങളാണ് അറിഞ്ഞത്. ശ്രീലളിതാ സഹസ്ര നാമസ്തോത്രത്തിൻ്റെ 553 മുതൽ 577 വരെയുള്ള നാമങ്ങളാണ് നമ്മൾ അറിയുവാൻ പോകുന്നത്. ആദ്യം നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. അതിന് ശേഷം അതിലത്തെ നാമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. അഗ്രഗണ്യാ ചിന്ത്യാരൂപ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി അമലാക്ഷ നിഷേവിതാ താംബൂലപൂരിതാമുഖി ദാഡിമി കുസുമപ്രഭാ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തി നിധർണേന്ദ്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനാഖനരൂപിണി മാദ്വിപാനാലസാമത്ത മാതൃകാവർണ്ണരൂപിണി. ഇതുവരെയുള്ള നാമശ്ലോകങ്ങളുടെ അർത്ഥമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യത്തെ നാമമായിട്ട് വരുന്നത് അഗ്രഗണ്യായേ നമ. അഗ്രഗണ്യ, അഗ്രം എന്ന് പറഞ്ഞാൽ മുൻപന്തിയിൽ എന്നാണ് അർത്ഥം. ഗണ്യ എന്നാൽ കണക്കാക്കപ്പെടുന്ന, മാനിക്കപ്പെടുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് ഏത് വസ്തുവിനേക്കാളും ശ്രേഷ്ഠം, എല്ലാവരിലും ശ്രേഷ്ഠയായ ദേവി അല്ലേ. ദേവി എല്ലാവരെക്കാളും ശ്രേഷ്ഠയാണ്. കാരണം ദേവിയിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ജനനം എന്ന് സാരം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളവൾ എന്ന് ആ നാമാർത്ഥത്തെ കണക്കാക്കുന്നു. അടുത്ത നാമം അചിന്ത്യരൂപായേ നമ. നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത സ്വരൂപത്തോടു കൂടിയവൾ എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. കലികൽമഷനാശിന്യേ നമ. കലി എന്നാൽ ഒരു യുഗമാണ് അല്ലെ. കൽമഷം എന്നാൽ പാപം എന്നാണ് അർത്ഥം. അപ്പൊ കലിയുഗത്തിലെ പാപങ്ങളെയും ദോഷങ്ങളെയും തീർക്കുന്ന ദേവി എന്ന സാരം. കാർത്യായന്യേ നമ. കാർത്യായ മഹർഷിയാൽ ആരാധിക്കപ്പെടുന്നവളാണ് ശ്രീ മഹാദേവി അഥവാ കാർത്യായനി ദേവി. നവദുർഗകളിൽ 6ാമത്തെ രൂപമായ ദേവിയെയും കാർത്യായനി എന്ന നാമം പറയുന്നു. ഭക്തരുടെ ദുരിതങ്ങൾ നീക്കി ധർമ്മം സംരക്ഷിക്കുന്ന ദേവിയാണ് കാർത്യായനി ദേവി. അടുത്ത നാമം നോക്കാം. കാലഹന്ത്രി നമ. കാലം എന്നാൽ സമയം എന്നാണ് അർത്ഥം. ഹന്ത്രി എന്നാൽ നശിപ്പിക്കുന്നവൾ, കഷ്ടകാലത്തെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് നാമാർത്ഥം പറയുന്നത്. അടുത്ത നാമം നോക്കാം. കമലാക്ഷ നിഷേവിതായേ നമ. കമലാക്ഷൻ എന്നാൽ മഹാവിഷ്ണുവിനെയാണ് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണു ആരാധിക്കപ്പെടുന്ന, മഹാവിഷ്ണുവിനാൽ ആരാധിക്കപ്പെടുന്ന ദേവിയെയാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. താംബൂലപൂരിതാമുഖിയേ നമ. അതായത് താംബൂലം എന്നാൽ വെറ്റില, അടയ്ക്ക, ചുണ്ണാമ്പ്, സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം ചേർത്ത് താംബൂലം അങ്ങനെ ചവച്ച് അതിൽ ആസ്വദിച്ച് ആ മുഖകാന്തിയോടുകൂടി, അതായത് ആ ചുവപ്പിൻ്റെ ശോഭയോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് സദാ മംഗളമരുളുന്ന ദേവി എന്ന് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ നാമത്തിലും നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ അത് ചവച്ചരയ്ക്കുമ്പോൾ ആ ഒരു ചുറ്റിലും ആ ഒരു സുഗന്ധം പരക്കും അല്ലേ. അതങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നതാണ്, ദേവിക്ക് പ്രിയമുള്ളതാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ നാമങ്ങളിലൊക്കെ അത് പഠിച്ചിട്ടുണ്ടല്ലേ. അടുത്ത നാമം ധാഡിമി കുസുമപ്രഭായേ നമ. ധാഡിമി എന്നാൽ മാതളം എന്നാണ്. കുസുമം പൂവ്. അപ്പോൾ ഈ മാതളപ്പൂവ് കണ്ടിട്ടുണ്ടോ? നല്ല ഒരു പ്രത്യേക തരം ചുവപ്പ് നിറമാണ്. കട്ട ചുവപ്പെന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ച് കലർന്ന ഒരു പ്രത്യേക തരം ഭംഗിയുള്ള, അപ്പോൾ അത് വളരെ സൗന്ദര്യമുള്ള ഒരു പൂവാണ് അല്ലേ. ആ പൂവിനോടാണ് ദേവിയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. അതായത് ആ പൂവ് പോലെ കാന്തിയേറിയതാണ് ദേവി എന്ന് ഇവിടെ നാമാർത്ഥം സൂചിപ്പിക്കുന്നു.
അടുത്ത നാമം നോക്കാം. മൃഗാക്ഷിയെ നമ. അതായത് മൃഗം എന്നാൽ മാൻ എന്നാണ് അർത്ഥം. അക്ഷി എന്നാൽ കണ്ണ്. അപ്പോൾ മാൻപേടയുടെ കണ്ണ് പോലെ അതിമനോഹരയായ ദേവിയെക്കുറിച്ചാണ് ആ നാമം പറയുന്നത്. അടുത്ത നാമം നോക്കാം. മോഹിന്യൈ നമ. ദേവിയുടെ സൗന്ദര്യത്താലും മഹാശക്തിയാലും സർവരെയും ആകർഷിക്കുന്നവൾ എന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം മുഖ്യായൈ നമ എന്നാണ്. മുഖ്യ എന്നാൽ അതായത് പ്രധാനയായവൾ എന്നാണ് അർത്ഥം. എല്ലാ ശക്തികളുടെയും ദേവതകളുടെയും അധിഷ്ഠാന ശക്തി എന്നാൽ പരാശക്തിയാണെന്നാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. മൃഡാന്യൈ നമ. മൃഡം എന്നാൽ ശിവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ശിവപത്നിയായ ദേവിയെക്കുറിച്ചാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. മിത്രരൂപിണ്യൈ നമ. മിത്രം എന്നാൽ സുഹൃത്ത് എന്നർത്ഥമുണ്ട്. മിത്രൻ എന്നാൽ സൂര്യൻ എന്നർത്ഥമുണ്ട്. അങ്ങനെ മിത്രരൂപിണിയായ ദേവിയാണ്. മിത്രരൂപത്തിൽ ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നവൾ എന്നർത്ഥം അതിൽ പറയുന്നു. നിത്യതൃപ്തായൈ നമ. എപ്പോഴും പരിപൂർണമായ തൃപ്തിയിൽ നിലകൊള്ളുന്ന ദേവിയെന്ന് അർത്ഥം. നിത്യ എന്നാൽ ശാശ്വതമായ എന്നാണ് അർത്ഥം വരുന്നത്. തൃപ്തി എന്നാൽ സന്തുഷ്ടയായവളെന്ന് അർത്ഥസാരം. അപ്പോൾ എപ്പോഴും സന്തുഷ്ടയായ ദേവി, നിത്യയായ സന്തുഷ്ടയായവൾ എന്നും നാമാർത്ഥം സൂചിപ്പിക്കുന്നു. ഭക്തനിധയൈ നമ. ഭക്തന്മാരുടെ പ്രിയപ്പെട്ട നിധിയാണ് ദേവി എന്ന് സാരം. അമൂല്യമായ നിധിയാണ് ദേവി അല്ലേ. അപ്പം അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല അല്ലേ. അടുത്ത നാമം നിയന്ത്രേ നമ എന്നാണ്. സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവളെന്ന, സകല ചരാചരങ്ങളെയും മാത്രമല്ല ഈ പ്രപഞ്ചത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് ദേവി തന്നെയാണ്. അതാണ് ആ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിഖിലേശ്വരി നമ. സകല പ്രപഞ്ചത്തിനും ഈശ്വരിയായിട്ടുള്ളവളല്ലേ. അങ്ങനെയുള്ള ദേവിയാണ് നിഖിലേശ്വരി എന്ന നാമം കൊണ്ട് പറയുന്നത്. മൈത്രിയാദിവാസന ലഭ്യായൈ നമ. മൈത്രി ഭാവനയാൽ ലഭിക്കുന്ന ദേവി എന്നാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. 4 ഗുണങ്ങളാണ് സജ്ജനങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നു. 4 ഗുണങ്ങൾ: 1, സുഖികളോട് നമ്മൾ മൈത്രി ഭാവം വേണം. ദുഃഖിതരിൽ കരുണ വേണം. അതുപോലെ നമ്മളെ ദോഷം വിചാരിക്കുന്നവരിൽ നമ്മൾ ഉദാസീന ഭാവമാണ് വേണ്ടത്. അതുപോലെ പുണ്യവാന്മാരിൽ നമുക്ക് സന്തോഷം വേണമെന്ന്. അങ്ങനെ 4 ഗുണങ്ങൾ അനുഷ്ഠിക്കണം സജ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളെ ബുദ്ധിയും മനസ്സും പ്രകാശിക്കുമെന്ന് പറയുന്നു. അടുത്ത നാമം മഹാപ്രളയ സാക്ഷിണ്യേ നമ. നമ്മൾ മുൻപ് ഒരു കൽപ്പാന്തത്തെ സൃഷ്ടിയും ഒരു കൽപ്പാന്തത്തിൽ തിരോധാനം നടക്കുമെന്നൊക്കെ മുൻ നാമങ്ങളിൽ സൂചിപ്പിച്ചു അല്ലേ. അപ്പം അങ്ങനെയുള്ള തിരോധാന സമയത്ത് ദേവി സാക്ഷിയായിട്ട് ആ ദേവി മാത്രമാണ് ഉണ്ടാവുക. അപ്പോഴാണ് പരമശിവന്റെ താണ്ഡവവും അതിന് സാക്ഷിയായിട്ട് ദേവിയും ഉണ്ടാവുമെന്നൊക്കെ ആ പറഞ്ഞ അതേ നാമാർത്ഥം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. അതായത് മഹാപ്രളയ സാക്ഷിണി, ആ പ്രളയകാലത്ത് ശിവതാണ്ഡവം ആടുമ്പോൾ ദേവി സാക്ഷിയായിട്ടിരിക്കുമെന്ന് സാരം. ഓം പരാശക്തിയായ നമ. ആ നാമത്തിൽ വരുന്നത് പരമമായ സത്യസ്വരൂപമായ ദേവി ആണ് പരാശക്തി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ 10ാമത്തെ ധാതുവായിട്ട് വർത്തിക്കുന്ന ദേവിയെ പരാശക്തി എന്ന് പറയാം. അതായത് 5 ധാതുക്കളിൽ ദേവി സംക്ഷിപ്തമായിരിക്കുന്നു. ഏതൊക്കെയാണത് നമുക്ക് നോക്കാം. ത്വക്ക്, രസം, മാംസം, മേധസ്, അസ്ഥി തുടങ്ങിയ 5 ധാതുക്കളിൽ ദേവിയും മജ്ജ, ശുക്ലം, വായു, ജീവൻ തുടങ്ങിയവയിൽ ശിവനുമാണ്. അപ്പോൾ 5 ദേവിയും അമ്മയും 5 അച്ഛനുമാണെന്ന് പറയുന്നു. അങ്ങനെ 10ാമത്തെ
ധാതുവായിട്ട് നിൽക്കുന്നത് ശ്രീ പരാശക്തിയാണ്. അപ്പോൾ 9 ധാതുക്കളെ നിലനിർത്തിക്കൊണ്ടുള്ള 10ാമത്തെ ധാതുവായിട്ട് പരാശക്തിയാണ് നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ദേവിയാണ് പരാശക്തി എന്ന് പറയുന്നത്. അടുത്ത നാമം നോക്കാം. പരാനിഷ്ഠായേ നമ. പരമ ലക്ഷ്യമായ ദേവി എന്നാണ് നാമം പറയുന്നത്. ഏതൊരു ചലനത്തിനും ഒരു ആധാരസത്ത ആവശ്യമാണ്. അങ്ങനെ ആധാരസത്തയായിട്ട് നിൽക്കുന്ന ദേവിയെയാണ് ആ നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. പ്രജ്ഞാനഘനരൂപിണി നമ. പ്രജ്ഞാനം ഘനീഭവിച്ച് ഉടലെടുത്ത ദേവി എന്നാണ് നാമാർത്ഥം പറയുന്നത്. അതായത് കട്ടിപിടിച്ച പൂർണ്ണമായ ജ്ഞാനത്തെയാണ്. നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ ഉപ്പിൻ്റെ കട്ടകൾ കണ്ടിട്ടുണ്ടോ? അത് കട്ട പിടിച്ചിരിക്കുന്ന ഉപ്പിനെ നമ്മൾ പൊടിച്ചാലും അതിലുള്ളത് ആ ഒരു ഉപ്പിൻ്റെ രസം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ആ ഘനീഭവിച്ച എന്ത് തന്നെയായാലും അതിലെല്ലാം പൂർണ്ണമായ ജ്ഞാനം ദേവിയുടെ തന്നെ എന്ന് സാരം. അതാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം നോക്കാം. മാധ്വീപാനാലസായി നമ. മധു ആസ്വദിച്ച് അതിലെ തന്നെ ഇങ്ങനെ നിശ്ചിന്തയായിരിക്കുന്ന ദേവി എന്ന് ആ നാമാർത്ഥം പറയുന്നു. അതായത് ഒന്നിനോടും ഉത്കണ്ഠയില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പം അതാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അടുത്ത നാമം മത്തായി നമ എന്നാണ്. മത്തെന്നാൽ അഹങ്കാരം എന്നർത്ഥമുണ്ട്. അതുപോലെ മധു ആസ്വദിച്ചിട്ട് മധുപാനം കൊണ്ട് മതിച്ചവളെന്നർത്ഥമുണ്ട്. ദേവി പരമേശ്വരൻ്റെ പരമമായ അഹങ്കാരം എന്നും അതിന് അർത്ഥം പറയുന്നുണ്ട്. അടുത്ത നാമം നോക്കാം. മാതൃകാവർണ്ണ രൂപിണി നമ. മാതൃകാക്ഷരങ്ങളുടെ രൂപത്തിലുള്ള ദേവി. അക്ഷരമാലയിലെ അക്ഷരങ്ങളെല്ലാം ദേവീ രൂപമാണ്. നമ്മൾ കുറെ നാമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അക്ഷരങ്ങളുടെ ദേവതയാണ് ദേവി എന്ന്, അല്ലേ? അതുപോലെ അപ്പോൾ ആ അക്ഷരങ്ങൾക്കൊക്കെ വർണ്ണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ വർണ്ണങ്ങളെല്ലാം ചേർന്നാണ് ദേവീ രൂപം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ശ്രീചക്രത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ നിറങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പം അക്ഷരങ്ങളെ ദേവിയുടെ വർണ്ണമാണെന്ന് പറയുന്ന നാമമാണ് മാതൃകാവർണ്ണ രൂപിണിയെ നമ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. 577 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പം ഇനി നമുക്ക് അടുത്ത നാമങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.